കടലിലെ പവിഴപ്പുറ്റ് കാട്ടിലേക്കിറങ്ങി വന്നതുപോലൊരു കാഴ്ച. എന്താണെന്നല്ലേ? കാട്ടുപാവലിൻ്റെ പഴങ്ങളാണ്. സ്പൈൻ ഗോഡ്, കാട്ടുകയ്പ, എരുമപ്പാവൽ, നെയ്പാവൽ, വെൺപാവൽ എന്നൊക്കെ ഓരോ പ്രദേശത്തും ഓരോ പേരുകളുണ്ട്. ഈ പാവലിൻ്റെ കായ്കൾ വളരെ ചെറുതാണ്. പുറമേ മൃദുവായതും കനം കുറഞ്ഞതുമായ മുള്ളുകൾ കാണാം. പഴുത്തു കഴിഞ്ഞാൽ തനിയെ പൊട്ടി ഇതുപോലെ പവിഴമുത്തുകൾ പോലെ കാണപ്പെടും. ശേഷം തനിയെ വിത്ത് വിതരണം നടത്തും. തനിയെ വളരും, വീണ്ടും കായ്ക്കും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. മനുഷ്യൻ്റെ യാതൊരു സഹായവുമില്ലാതെ കരുത്തോടെ വളരും. മൂത്ത് പാകമായ കായകൾക്ക് ഡാർക്ക് ഗ്രീൻ നിറമാണ്. പാവയ്ക്കയുടെ തനതു ഗുണങ്ങൾക്ക് പുറമെ ലിവർ ഫംഗ്ഷന്, ഡയബറ്റീസിന്, ദഹനത്തിന്, ഹാർട്ട് ഹെൽത്തിന് ഒക്കെ ഉത്തമ ഔഷധം കൂടിയാണ് ഈ കാട്ടുകയ്പയ്ക്ക. എന്നാൽ നമ്മൾ ഈ കായകൾ പാടെ അവഗണിക്കാറാണ് പതിവ്. കാരണവുമുണ്ട്. പൊതുവെ പാവയ്ക്ക ഇഷ്ടമല്ലാത്തവരാണ് നമ്മളിൽ പലരും. ഒരുപാട് ഗുണങ്ങളുള്ള കാട്ടുപാവൽ പ്രകൃതി കനിഞ്ഞു നൽകിയ വരം പോലെയാണ്. നേരാംവിധം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ആരോഗ്യത്തോടെ ഇരിക്കാം. അല്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ ജീവിതം കഴിച്ചു തുടങ്ങും. ആ കയ്പ് ഈ കാട്ടുകയ്പയുടെ കയ്പിനേക്കാൾ കഠിനമായിരിക്കും.